ഞാൻ മരുന്നെടുക്കാനല്ലേ വന്നത്. എവിടെ വച്ചെന്ന് ഓർമ്മയില്ല. ടെൻഷൻ കാരണം അതും ഓർമ്മ വരുന്നില്ല. എവിടെയാ? മുന്നിൽ തന്നെ ഉണ്ട്, കാണാനും പറ്റിയില്ല. അച്ഛമ്മേ, നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്ത് ചെയ്യാൻ? ഞാൻ മരുന്നെടുക്കാൻ വന്നു, മരുന്നും കിട്ടി. ഇവിടത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, താഴത്തെ കാര്യമാണ്. കല്യാണം മുടക്കാൻ ശ്രമിക്കുകയായിരുന്നോ നിങ്ങള്? ഹൗ കുഡ് യു അച്ഛമ്മേ? ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് തനുവിനെ മണ്ഡപത്തിൽ എത്തിച്ചത്. അവള് ഏട്ടനെ തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവാണ്. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ നാടകം കാണിക്കുന്നേ? ഈ കല്യാണം നടക്കൂ അച്ഛമ്മേ. നിങ്ങൾക്കത് തടയാൻ കഴിയില്ല, എന്തൊക്കെ സംഭവിച്ചാൽ. ഏയ്, ഞാൻ കല്യാണം നിർത്തിയതിന്റെ കാരണം അബിയുടെ ആരോഗ്യം മോശമായതുകൊണ്ടാണ്, കേട്ടല്ലോ. പിന്നെ പ്രിയയെക്കുറിച്ചുള്ള ടെൻഷനും ഉണ്ട്. നീ എന്നാ പറ, പ്രിയ എവിടെയാണ്? ഓ യാ, പ്രിയ എന്നോടെന്തിനാ ചോദിക്കുന്നേ? അവൾ എപ്പോഴും നിങ്ങളുടെ കൂടെയല്ലേ നടക്കുന്നത്. അവൾ എവിടെയാണെന്ന് നിങ്ങളല്ലേ അറിയേണ്ടത്. എനിക്കെങ്ങനെ അറിയാം? നോക്കാലിയ, നിന്റെ ഈ നിഷ്കളങ്കതയില്ലേ, അത് നിന്റെ അഭിനയമാണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, കേട്ടല്ലോ. എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കറിയാം പ്രിയ എവിടെയാണെന്ന്. അവൾ ഓക്കെ ആണോ അല്ലേന്ന് മാത്രം പറഞ്ഞാ മതി. അഥവാ എനിക്ക് അറിയാമായിരുന്നെങ്കിലും ഞാൻ നിങ്ങളോട് പറയില്ലായിരുന്നു. പിന്നെ ഉടനെ തന്നെ തനുവിന്റെയും ഏട്ടന്റെയും കല്യാണം നടക്കും. 3 വലം വെക്കൽ. അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാകും. ഈ 3 വലം വെക്കൽ കഴിയുന്നത് വരെ ഈ രീതിയിലുള്ള മണ്ടത്തരങ്ങൾ, ഒട്ടത്തരങ്ങൾ കാണിക്കരുത്. അല്ലെങ്കിലും അച്ഛമ്മയ്ക്ക് എന്നെ അറിയാലോ. എന്തായാലും പ്രിയ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ then I promise. പിന്നെ പ്രിയയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് അച്ഛമ്മയ്ക്ക് എന്നെ അറിയാം, ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന്. റൈറ്റ്? അബി, നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്തിനെ കുറിച്ച്? അല്ല, നീ കാണുന്ന കല്യാണത്തിന്റെ വിഷ്വൽസ് ഇനിയിപ്പം നിന്റെ ഓർമ്മ തിരിച്ചു വരുന്നതാണെങ്കിലോ? പ്രണവ്, എനിക്ക് മനസ്സിലാവാത്ത ഒറ്റ കാര്യം എന്താന്ന് വെച്ചാ, എന്റെ ഓർമ്മകളും ഈ വിഷ്വൽസും തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്നാ. എന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യമുള്ളൂ, എന്താ ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന്. ആ വിഷ്വൽസ് എന്നെ വീണ്ടും വീണ്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുമ്പ് എന്റെ കല്യാണം കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്റെ ഓർമ്മ തിരിച്ചു വന്നാലും എന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞത് കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ ഓർക്കാൻ മാത്രമായിട്ട് ഒന്നുമില്ലെന്നല്ലേ. അങ്ങനെ ഓർക്കാൻ മാത്രമായിട്ട് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ കാണുന്നതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ശരിക്കും ഞാൻ ഈ കാണുന്ന പോലെ എന്തെങ്കിലും നടന്നോ? നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ? ഏട്ടാ, ഈ മരുന്ന് കഴിക്കൂ. ഇത് കഴിക്കുമ്പോൾ ഏട്ടന് ബെറ്ററായിട്ട് ഫീൽ ചെയ്യും. ഏട്ടാ, അധികം ടെൻഷൻ അടിക്കണ്ട, ഓക്കെ? ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കാതെ വരുമ്പോൾ ഇങ്ങനെ വിഷ്വൽസ് ഒക്കെ തോന്നും. ഏട്ടന് അധികം സ്ട്രെസ് ആവണ്ട. ഡോക്ടർ സ്ട്രെസ് ആവരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരേ കാര്യങ്ങൾ തന്നെ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ സ്ട്രെസ് ആവില്ലേ? സ്ട്രെസ് ഉണ്ടാകും ഏട്ടാ. ഒരു കാര്യത്തെ തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ സ്ട്രെസ് ഉറപ്പായിട്ടും വരുമല്ലോ. ഇൻഫാക്ട് ഏട്ടൻ ഈ മരുന്ന് കഴിച്ചിട്ടാണ് മണ്ഡപത്തിൽ ഇരുന്നെങ്കിൽ ഈ വിഷ്വൽസ് ഒരിക്കലും വരില്ലായിരുന്നു. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ? ആർ യു ഓക്കേ? ഐ ആം ഓക്കേ. പെർഫെക്റ്റ്. വരൂ, ഇനി കുറച്ച് വലം വെക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ കല്യാണം വിൽ ബി ഡൺ. വരൂ. നീ ഇതെന്താ ചെയ്യുന്ന ആലിയ? അവനെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വിട്. നീ കേട്ടില്ലേ? ഹീസ് ഫീലിംഗ് ബെറ്റർ. കുറച്ച് വലം വെക്കൽ മാത്രമേ ബാക്കിയുള്ളൂ, പിന്നെ റെസ്റ്റ് എടുത്തൂടെ? ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കാം. ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യരുത് പ്രണവ്.
താങ്ക് ഗോഡ് അഭി തിരിച്ചു വന്നു. എനിക്ക് ടെൻഷനായിരുന്നു അഭിയുടെ ഓർമ്മ തിരിച്ചു വന്നു എന്നോർത്തിട്ട്. ആരൊന്നും പറഞ്ഞില്ലെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഈ കാണുന്നതൊക്കെ എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ഓർമ്മയിൽ വരില്ലല്ലോ. വീണ്ടും അത് തന്നെയാണല്ലോ കാണുന്നത്. എനിക്ക് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തു പറ്റി അച്ഛമ്മേ? ആലിയോട് ചോദിച്ചോ പ്രിയേച്ചി എവിടെയാണ് ഒളിപ്പിച്ചതെന്ന്? ഞാൻ ചോദിച്ചു നോക്കി, പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. അവൾക്കെല്ലാം അറിയായിരുന്നെങ്കിൽ പോലും അവളൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അവൾക്ക് ഇപ്പൊ തന്നെ ഈ കല്യാണം നടക്കണം, നടന്നു കണ്ടാൽ മാത്രം മതി. അപ്പൊ പിന്നെ പ്രിയെ ആര് തിരയും, എവിടെ തിരയും? പ്രിയ എവിടെയാണെന്ന് നമ്മളോട് ആര് പറയും? ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയ ഓക്കെ ആണെന്ന് അറിഞ്ഞാലും ഈ കല്യാണം എന്ന് വെച്ചാൽ അത് പ്രിയ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ കല്യാണം തടഞ്ഞു തന്നെ വയ്ക്കണം. അല്പം കഴിഞ്ഞാണ് പ്രിയ വരുന്നതെങ്കിലോ നമുക്ക് ഈ കല്യാണം നടത്താലോ. എവളോടെ നിൽക്കട്ടെ, നമുക്കൊന്ന് പുറത്തു പോയി നോക്കിയിട്ട് വരാം. വാ. എല്ലാ തവണയും എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ചിലപ്പോ വിധി ഒരുപാട് സന്തോഷം തരും, എന്നിട്ടത് തട്ടിപ്പറിക്കും. ഞാൻ കരുതി ഇത്തവണ ഞങ്ങൾ ഒന്നാകുമെന്ന്. ഒരുമിച്ച് ബലം വയ്ക്കും, അദ്ദേഹം എന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുവെന്ന്. ഞങ്ങളുടെ ബന്ധം ഒരിക്കലും തകരില്ലെന്ന്. പക്ഷെ എനിക്ക് മണ്ഡപത്തിൽ പോലും എത്താൻ കഴിഞ്ഞില്ല. ഞാൻ നിനക്ക് വാക്ക് തരികയാണ്, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. തോറ്റു, ഞാൻ ഇത്തവണയും തോറ്റു. എന്റെ ധൈര്യം, എന്റെ പ്രതീക്ഷകൾ, എന്റെ സിന്ദൂരം എല്ലാം തോറ്റു. ഇനി അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് കിട്ടില്ല, ഒരിക്കലും. പ്രിയേച്ചി എവിടെയായിരിക്കും ഒളിപ്പിച്ചിരിക്കുന്നത്? എവിടെയും കാണുന്നില്ല. ഒരു മിനിറ്റ്, നമ്മൾ മോളിൽ നിന്ന് താഴേക്ക് വന്നപ്പോൾ അവിടെ ആരോ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അതാരായിരിക്കും? പോയി നോക്കാം. ഹേയ് പ്രണവ്, എവിടെ പോന്നു? എന്തെങ്കിലും തിരയുവാണോ? വളരെ ദേഷ്യത്തിലാണല്ലോ. ദേഷ്യത്തിൽ നമ്മൾ എന്തെങ്കിലും അന്വേഷിച്ചാ കിട്ടില്ലെന്ന് പറയാറുണ്ട്. എന്താ തിരയുന്നത്? എന്നോട് പറയില്ലേ, ഞാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്താലോ? അത്ര അർജന്റ് അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന അവിടേക്ക് വരാം. ആഫ്റ്റർ ഓൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. കുറച്ച് കഴിയുമ്പോൾ കല്യാണം കഴിയുമ്പോൾ അത് കഴിഞ്ഞ് അന്വേഷിക്കൂ. വാട്സ്ആപ്പ്. പ്രിയേച്ചി എവിടെയാണ്? പ്രിയ, ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കായിരുന്നു. കുറെ നേരമായി അവളെ കാണാനില്ല. അവൾ എവിടെയാ? ഡോണ്ട് ആക്ട് സ്മാർട്ട് വിത്ത് മീ. നിനക്ക് നന്നായിട്ട് അറിയാൻ ചേച്ചി എവിടെയാണെന്ന്. കൊള്ളാലോ പ്രണവ്, നിന്റെ കാര്യം എനിക്കെങ്ങനെ അറിയാം നിന്റെ പ്രിയേച്ചി എവിടെയാണെന്ന്? നിനക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ആ തനു മണ്ഡപത്തിൽ ഇരിക്കുന്നത്. തനു മണ്ഡപത്തിലിരിക്കുന്നോ? ഐ തിങ്ക് യു ഹാവ് ലോസ്റ്റ് ഇറ്റ്.
തനുവിന്റെ കല്യാണത്തിന് അവളല്ലേ മണ്ഡപത്തിലിരിക്കൂ, വേറെ ആരും ഇരിക്കില്ല. എന്താ തനു അല്ലാതെ ആരാ മണ്ഡപത്തിലിരിക്കേണ്ടത്? പ്രിയേച്ചി. അവൾ എന്തിനു മണ്ഡപത്തിലിരിക്കണം? നോക്കാലിയ, തനുവിന് ഈ കാര്യം അറിയാമെങ്കിൽ നിനക്കും നന്നായിട്ടറിയാം. ഞങ്ങൾ തനുവിനെ ബോധം കെടുത്തി പ്രിയേച്ചിയെ വധുവാക്കി മണ്ഡപത്തിലേക്ക് അയക്കുകയായിരുന്നു. അവരവിടെ എത്തിയേനെ. Oh പക്ഷേ my God. നീ തനുവിനെ ബോധം കെടുത്തി പ്രിയേ? പ്രണവ്, how could you? നീ ഇത്രയ്ക്ക് തരം താഴുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും വൃത്തികെട്ട രീതി. നീ നമ്മളെക്കാളും 4 മടങ്ങ് മുമ്പിലെത്തിയല്ലോ. മറ്റാരെയും വേണ്ട, ഏട്ടനെ കുറിച്ചെങ്കിലും നിനക്ക് ചിന്തിച്ചൂടെ? നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നു, പക്ഷെ നീ ഏട്ടനെ ചതിക്കാൻ നോക്കിയോ? എന്നോടുള്ള ഈ മോറൽ ലെക്ചർ നിർത്തു. നമുക്ക് രണ്ടുപേർക്ക് നന്നായി അറിയാം ആരാണ് അബിയെ ചതിക്കുന്നതെന്ന്. ഇപ്പൊ ഈ നാടകം നിർത്തിയിട്ട് എന്നോട് പറ പ്രിയേച്ചി എവിടെയാണെന്ന്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഇന്നത്തെ ദിവസവും മറക്കും, അബിയോടുള്ള സൗഹൃദവും. പിന്നെ അവന്റെ മുന്നിൽ വെച്ച് തന്നെ നിന്നോട് പ്രതികാരവും ചെയ്യും. പിന്നെ നിന്റെ മുഖത്ത് നോക്കാൻ നിനക്ക് തന്നെ നാണം തോന്നും. മാത്രമല്ല ആലിയ, അബിയെ പ്രിയേച്ചിയിൽ നിന്ന് അകറ്റി ഈ കല്യാണം നടത്താമെന്ന് നീ ചിന്തിച്ചാൽ നീ ഒന്ന് ഓർത്തോ, അവരുടെ ബന്ധം ഈശ്വരനാണ് സൃഷ്ടിച്ചത്. ഈശ്വരൻ ഈ കല്യാണവും തടയും. ഇനി ഒരു പ്ലാനും നടപ്പാകില്ല. തനു വലം വയ്ക്കാൻ ആഗ്രഹിച്ച ആ അഗ്നിയിൽ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ബന്ധു വെണ്ണീറാകും. ഇന്ന് അബിയും പ്രിയേച്ചി ഒന്നായില്ലെങ്കിലും വേർപിരിയില്ല. ഓ റിയലി? ആര് മുടക്കോ ഈ കല്യാണം? ഈശ്വരനെ വിളിക്കാൻ പോവാണോ? വെയിറ്റ് എ സെക്കൻഡ്. അദ്ദേഹം വളരെ ബിസിയാണ്. പാവം. ഈശ്വരൻ വന്നില്ലെങ്കിൽ ഏതെങ്കിലും പ്രേതത്തെ വിളിക്കോ? അതോ നീ ഈ കല്യാണം തടയോ? ഓ വെയിറ്റ്, നിനക്കും ചെയ്യാൻ പറ്റില്ലടോ. എന്താന്നറിയോ, ഇപ്പൊ നീ എന്ത് ചെയ്താലും തെറ്റാണ് സംഭവിക്കുന്നത്. അച്ഛമ്മയോ ആന്റിയോ? അച്ഛമ്മയോ ആന്റിയോ? അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ പ്രണവ്, എനിക്ക് തോന്നുന്നു നീ ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറിനെ വിളിക്കേണ്ടി വരുന്നു. എന്തു പറയുന്നു? വിളിക്കോ? എനിക്കറിയില്ല ആര് വരുമെന്ന്. പക്ഷേ ഈ കല്യാണം നടക്കില്ല. എനിക്ക് മുകളിലുള്ള ഈശ്വരനെയും പ്രിയേച്ചി അബയുടെയും പ്രണയത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പെർഫെക്റ്റ്. ഒന്നുകിൽ നീ നിന്റെ ആ പ്രേതത്തിനെ വിളിക്കേ, അല്ലെങ്കിൽ നിന്റെ ആ സോ കോൾഡ് സ്പെഷ്യൽ ക്യാരക്ടർ വരുമായിരിക്കും. എന്താണോ, 4 വലം വെക്കൽ കഴിഞ്ഞു. 5 മിനിറ്റ് കഴിയുമ്പോ കല്യാണവും കഴിയും. പിന്നെ അത് കഴിഞ്ഞ് തനു ആയിരിക്കും എൻ്റെ ഏട്ടത്തി. എൻ്റെ ഏട്ടൻ അവളുടെ ഹസ്ബൻഡും. പിന്നെ അതിനുശേഷം നിന്റെ ആ സ്പെഷ്യൽ ക്യാരക്ടർ വരില്ലേ, ഐ വിൽ പേഴ്സണലി വെൽക്കം ദം. പ്രോമിസ്. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്, ഐ വിൽ ബി ബാക്ക്. വാ. അദ്ദേഹം ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ടെൻഷൻ ആവും അമ്മ. എനിക്ക് പിന്നെ ഒന്നും മനസ്സിലാവില്ല. വീണ്ടും എന്റെ പഴയ ജീവിതത്തിലേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് അമ്മ. അദ്ദേഹം എന്നെ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോ എനിക്ക് അദ്ദേഹത്തെ വേണം. എനിക്ക് അബിയുടെ അടുത്ത് പോണം. എനിക്ക് അബിയുടെ അടുത്ത് പറയണം അവന്റെ പ്രിയ ആരൊക്കെ ചേർന്ന് കിഡ്നാപ്പ് ചെയ്തെന്ന്. എനിക്ക് പോയേ പറ്റൂ. 5ാമത് വലം വയ്ക്കുമ്പോൾ വധു വരന്റെ മുന്നിലായി വന്ന് നിൽക്കണം.
പ്രണവ്, എനിക്കിതൊന്നും കാണാനുള്ള ശേഷിയില്ല. പ്രിയ അവിടെയൊന്നും കാണുന്നുമില്ല. അബിയുടെ കല്യാണം കഴിയാറായി. ചേച്ചി, ഇനി ഈ പ്രിയയെ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല. ഏതെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ കല്യാണം തടഞ്ഞേ പറ്റൂ. പക്ഷെ എങ്ങനെ തടയാൻ കഴിയും? എൻ്റെ തല മരവിച്ചിരിക്കുകയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി മണ്ഡപത്തിലേക്ക് വരാൻ സമ്മതിച്ചത്. പക്ഷെ ചേച്ചിക്ക് ഇവിടെ എത്താനും കഴിഞ്ഞില്ല. ഈശ്വരന് തന്നെ അറിയാം ഇതെങ്ങനെ തടയുമെന്ന്. ഇനി എന്തെങ്കിലും അത്ഭുതം നടന്നാലേ ഇത് തടയാൻ കഴിയും. ചേച്ചി എപ്പോഴും പറയാറില്ലേ, ഈശ്വരൻ ഒരു വഴി അടയ്ക്കുമ്പോ മറ്റൊരു വഴി തുറന്നു തരുന്നു. അപ്പൊ ഇനി ഈശ്വരൻ തന്നെ മറ്റൊരു വഴി കാണിക്കട്ടെ. സമയത്തിനൊപ്പം സാഹചര്യം മാറും, ബന്ധം മാറില്ല. നിനക്ക് അവനുമായി സിന്ദൂരത്തിന്റെ ബന്ധം മാത്രമല്ല, നിന്റെ ജീവനും അവനുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ഇനി ഒരുപാട് സമയമില്ലെന്ന്. അവൻ തന്നെ നിന്നോട് സ്വയം വന്ന് പറയും നിന്നെ ഇഷ്ടമാണെന്ന്. എന്റെ ജീവിതത്തിലെ മുഴുവൻ സത്യങ്ങളും നുണകളായി മാറുകയാണ്. ഇന്ന് അമ്മ പറഞ്ഞ സത്യവും നുണയായി മാറുമോ? എന്റെ സിന്ദൂരം എന്നേക്കുമായി എനിക്ക് നഷ്ടമാവോ? അമ്മ എവിടെയാണ്? എവിടെയാണ് അമ്മ? അബി, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങളെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. നിഴല് പോലും ഇരുട്ടിൽ ഒറ്റയ്ക്കാക്കും, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. എന്തു പറ്റി അബി? നിന്റെ ശ്രദ്ധ എവിടെയാ? എല്ലാം ഓക്കെ ആണോ? നിന്നെ ഓർത്ത് നടന്നതായിരിക്കും ചിലപ്പോ. തിരുമേനി, വലമിക്കലൊന്ന് പെട്ടെന്ന് ചെയ്യുന്നേ, അല്ലെങ്കിൽ അറിയില്ല ചേട്ടൻ എത്ര പ്രാവശ്യം ഇടിക്കുമെന്ന്. ആർ യു ഓക്കെ? യാ, ഐ ആം ഓക്കെ. 5ാമത് വലം വെച്ച് കഴിഞ്ഞു മോളെ. ഇനി 6ാമത്തത് തുടങ്ങിക്കോളൂ. 7ാമത് വലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹ ചടങ്ങുകൾ പൂർത്തിയാകും. നിങ്ങൾ ഭാര്യ ഭർത്തക്കന്മാരായി കഴിയും.